ഹലോ നമസ്കാരം. ഫൈൻഡ് ദ ഫാക്ടേഴ്സ് എന്നൊരു ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. 36 എന്ന് പറയുന്ന നമ്പർ ആദ്യം തന്നെ പറയട്ടെ, എല്ലാ നമ്പേഴ്സിനും 1ഉം ആ നമ്പറും അതിൻ്റെ ഫാക്ടറായിട്ട് തന്നെ വരുന്നതായിരിക്കും. ഇപ്പോൾ 36 ആണെങ്കിലും 19 ആണെങ്കിലും 24 ആണെങ്കിലും എല്ലാം എന്താണ്, ഫസ്റ്റ് അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഏതാണോ 36 ആണെങ്കിൽ 36 ആയിരിക്കും. ഇനി നമുക്ക് അതിനിടയ്ക്കുള്ള നമ്പേഴ്സ് നോക്കാം. 36 1 ഫാക്ടറാണ്. നെക്സ്റ്റ് 2 ഫാക്ടറാണ്. 2 × 18 ആണ് 36 വരുന്നത്. അപ്പോൾ 2ഉം 18ഉം ഫാക്ടറായിട്ട് വരുന്നുണ്ട്. 3 × 12 എത്രയാണ്, 36 ആണ്. അപ്പോൾ 3ഉം 12ഉം ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 × 9 36 ആണ്. അപ്പോൾ അതും ഫാക്ടറായിട്ട് വരുന്നു. പിന്നെ 6 × 6ഉം 36 ആണ്. അപ്പോൾ 6ഉം ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് 19 എന്ന് പറയുന്നത് ആകെ 2 ഫാക്ടറേ ഉള്ളൂ. 1ഉം ആ നമ്പറും മാത്രമേ അതിൻ്റെ ഫാക്ടറായിട്ട് വരുന്നുള്ളൂ. അങ്ങനെ വരുന്ന നമ്പറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്താണ് 24 1 ഫാക്ടറാണ്. 2 × 12 ആണ് 24. അപ്പോൾ 2ഉം 12ഉം അതിൻ്റെ ഫാക്ടറാണ്. നെക്സ്റ്റ് 3 × 8 ആണ് 24. അപ്പോൾ 3ഉം 8ഉം ഫാക്ടറാണ്. 4 × 6 ആണ് 24. അപ്പോൾ 4ഉം 6ഉം ഫാക്ടറായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ടേബിൾ അറിയാവുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത് അറിയത്തില്ല എങ്കിൽ ചെയ്ത് നോക്കാവുന്ന ഒരു മാർഗം എന്താണ്, ഇൻറ്റു ചെയ്ത് നോക്കേണ്ടി വരും. അതുകൊണ്ട് ടേബിള് നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കണം. അടുത്തത് 30 1 ഫാക്ടറാണ്. 2 ഫാക്ടറാണ്. 3 × 10 ആണ് 30 വരുന്നത്. 5 × 6 30 ആണ്. അപ്പോൾ 5ഉം 6ഉം ഫാക്ടറായിട്ട് വരുന്നുണ്ട്. 25ൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 5 25 മൂന്നെണ്ണമേ വരുന്നുള്ളൂ. 50യുടെ ഫാക്ടർ 1 2 5 10 20 50 20 അല്ല 25 ഇത്രയുമാണ് ഫാക്ടറായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരു കുഞ്ഞിനാണെങ്കിൽ ടേബിൾ അറിയത്തില്ല, അല്ലെ കുറച്ച് വലിയ നമ്പറാണ് തന്നിരിക്കുന്നതെങ്കിൽ ടേബിൾ അറിയത്തില്ലായിരിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് നമ്പറാണോ ഉദ്ദേശിക്കുന്നത്, 2 ഫാക്ടറാണോ നോക്കണമെങ്കിൽ 2 കൊണ്ട് ആ ക്വസ്റ്റ്യനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 2 × 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 × 1 2. അപ്പോൾ 1 6 2 × 8 16 എന്ന് കിട്ടും. അപ്പോൾ 0 കിട്ടും. അപ്പോൾ 8ഉം ഫാക്ടറാണ്, 2ഉം ഫാക്ടറാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ 36 ആണ്. നമുക്ക് 4 ഫാക്ടറാണോ അല്ലെങ്കിൽ 6 ഫാക്ടറാണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ തന്നെ നോക്കിയാൽ മതി. 4ൻ്റെ ടേബിളിൽ 36 വരത്തില്ല. അപ്പം 4ൻ്റെ 36ന് അടുത്ത് വരുന്ന ഒരു നമ്പർ കണ്ടുപിടിക്കുക. അതിനുശേഷം ലാസ്റ്റിൽ നമുക്ക് റിമൈൻഡർ 0 തന്നെ കിട്ടുകയാണെങ്കിൽ ആ 36 എന്താണ്, 4ഉം 36ൻ്റെ ഫാക്ടറാന്ന് പറയും. ഇവിടെ മേളിൽ കിട്ടുന്ന ഏതാണോ ആൻസർ അത് നമുക്ക് എന്തെന്ന് പറയാം, ഫാക്ടറാണെന്ന് പറയാം. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ.